ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ നാളായി. അതായത് ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തതെന്ന് വെച്ചാൽ 3-4 മാസമായെന്ന് തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും സജീവമായിട്ട് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ഒരു ഗാർഡൻ കണ്ടില്ലേ, ഫുള്ള് പുല്ല് പിടിച്ച് കാട് കയറി കിടക്കുക. ഒരു 6 മാസം കഴിയുമ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു ഗാർഡൻ സെറ്റപ്പ്, നല്ല കിടിലം ഒരു ഗാർഡൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഒരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആണ്. അതിൻ്റെ പാർട്ടുകളാണ് ഇനി നിങ്ങൾ ഇങ്ങോട്ട് കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ കലാത്തിയ കണ്ടില്ലേ, നമ്മുടെ പർപ്പിൾ കളറുള്ള കലാത്തിയ. പിന്നെ ഒരു റോസ് ഉണ്ട്. ഇനി പിന്നെ വേണ്ട കുറച്ച് അടീനിയം, കുറച്ചല്ല, ഒരു 2-3 ഒരു 3 അടീനിയം. പിന്നെ നമ്മുടെ മരമുല്ല, ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ. ഇത് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു പ്ലാന്റ് ആയിരിക്കുന്നത്. 2 ഉണ്ട്. ഇതിന് ഈ ഒരു മഴക്കാലം കഴിയുമ്പം പ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് നല്ല രീതിയിലൊന്ന് ബുഷിയാക്കി എടുക്കണം. പിന്നീട് ഇവിടെ ഉള്ളതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഒരു പെട്രിയ ഉണ്ട്. അതാണെങ്കിൽ നമ്മളങ്ങനെ കെയർ ചെയ്യത്തില്ലായിരുന്നു, കാരണം ഇവിടെ അങ്ങനെ ആളില്ലായിരുന്നു വീട്ടിൽ. അങ്ങനെ അതും ഒരു വളർച്ചയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. ഇനി അതൊന്ന് റീപ്പോർട്ട് ചെയ്യണം. പിന്നെ 1-2 ഹാങ്ങിങ് പ്ലാന്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അത് റീപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ടുള്ളത് ഇവിടെ തെച്ചി നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അത് തന്നെ പിന്നെ എല്ലായിടവും നാടൻ തെച്ചി നല്ല രീതിയിൽ ഫ്ലവറിങ് ആവും. പിന്നെ ഇതെൻ്റെ വൈഫിൻ്റെ വീടാണ്. ഇവിടെ ഇതിനു മുമ്പ് ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ആരും നോക്കാതെ ആയി, ഒരു കെയറിങ് ഇല്ലാതെ എല്ലാം നശിച്ചു പോയി. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ നല്ല രീതിയിൽ അടിയനിയത്തിൻ്റെയും വില്ലയുടെയും കളക്ഷനുണ്ട്. ഇവിടെയും എനിക്ക് അതേ കണക്ക് സെറ്റ് ചെയ്യാം. ഇതുണ്ടോ, നല്ല റംബൂട്ടാൻ N18 വെറൈറ്റി, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോഴേ ഈ കാണുന്ന ഹാങ്ങിങ് പ്ലാന്റാണ് നമുക്ക് റീപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിപ്പം 6-7 മാസമായി ഇത് റീപ്പോർട്ട് ചെയ്തിട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഗ്രോത്തും എല്ലാം അങ്ങ് കുറഞ്ഞു. കാരണം നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് അതേ കണക്ക് അതിനകത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഫുള്ള് മണ്ണ് മാറ്റിയില്ല, ഒരു 1/4 ഭാഗത്തോളം മണ്ണ് മാത്രം അതിനകത്ത് നിർത്തിയിട്ട് പുതിയ പോട്ടി മിക്സ് എടുത്ത് ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ പറമ്പിൽ നിന്ന് കുത്തിക്കിളച്ച നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് എടുത്തത്. എന്നിട്ട് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട്, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ചാണകപ്പൊടിയും ആ മണ്ണ് മാത്രം, അതായത് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണെടുത്ത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കുത്തിക്കിളച്ചെടുത്തതാണ്. ഞാൻ അതിൻ്റെ മണ്ണെല്ലാം മാറ്റി പുതിയ മണ്ണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വളങ്ങളൊന്നും വേണ്ട, സാധാരണ ചാണകപ്പൊടി കൊടുത്താൽ മതി. പിന്നീട് നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ കൊടുത്താൽ, ലീഫിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേ നല്ല അടിപൊളി മഴ മാത്രമല്ല, നല്ല കാറ്റും ഉണ്ട്. ജൂൺ മാസമല്ലേ, നമ്മുടെ മൺസൂൺ തുടങ്ങി. അപ്പോഴെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ തീർക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് ചെടികളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ബൈ.